പള്ളിമണികൾ പ്രാർത്ഥനകളായി ഉയരുന്ന തിരുവനന്തപുരം കാർമൽ ഹിൽ ആശ്രമം പുണ്യശ്ലോകനായ അലോഷ്യസ് മരിയ ബെൻസിഗർ പിതാവിൻ്റെ നിത്യവിശ്രമഭൂമി എന്ന നിലയിലും ധന്യമാണ്. 1992 ആഗസ്റ്റ് 17 അന്നാണ് പുണ്യശ്ലോകനായ ബെൻസിഗർ തിരുമേനി മരിച്ചിട്ട് 50 വർഷം തികഞ്ഞത്. കേരള സഭയ്ക്ക് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ പാശ്ചാത്യ മിഷണറി. ആഡംബര ജീവിതം മെത്രാന്മാരുടെ സ്ഥിരം ശൈലിയായിരുന്ന കാലത്ത് കാളവണ്ടിയിലും കാൽനടയായും സഞ്ചരിച്ച് ദൈവജനത്തിനു വേണ്ടി ജീവൻ ഉഴിഞ്ഞുവെച്ച അജപാലകൻ. കർക്കശമായ കർമ്മലീത്ത ജീവിതം ഇന്ത്യക്കാർക്കും നയിക്കാൻ സാധിക്കുമെന്ന് വാദിക്കുകയും കർമ്മലസഭ ഇന്ത്യയിൽ റീത്ത് ഭേദമന്യേ തുടങ്ങുന്നതിനായി ഒത്താശകൾ ചെയ്യുകയും ചെയ്ത വിശാല ഹൃദയൻ. ഇന്നത്തെ കൊല്ലം, തിരുവനന്തപുരം, കോട്ടാർ, പുനലൂർ എന്നീ രൂപതകൾ ഉൾക്കൊള്ളുന്ന അന്നത്തെ കൊല്ലം രൂപതയുടെ കോ അദ്യൂത്തോർ മെത്രാനും പിന്നീട് രൂപതാ മെത്രാനുമായി ഭരിച്ച കർമ്മലീത്ത മിഷണറി. പുനരൈക്യ പ്രസ്ഥാനം വിജയമണിയിക്കാൻ മുൻകൈയെടുത്ത സഭാസ്നേഹി. തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വിശുദ്ധനെന്ന് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാൽ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി. ബെൻസിഗർ തിരുമേനിയുടെ ജീവിതം ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നിരത്തിവയ്ക്കുന്നത് ഇതൊക്കെയാണ്. അത്ഭുതാദരങ്ങളോടെ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് ബെൻസിഗർ തിരുമേനിയെക്കുറിച്ച് ശ്രവിക്കാനാവുകയുള്ളൂ. ഒട്ടുമിക്ക മഹാത്മാക്കളുടെയും വിശുദ്ധരുടെയും ജീവിതത്തിൽ കാണുന്നതുപോലെ അലോഷ്യസ് ബെൻസിഗറിനെയും ദൈവം ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്ത് ഒരുക്കുകയായിരുന്നു. 1864 ജനുവരി 31 സ്വിറ്റ്സർലൻഡിലുള്ള ഒരു കുലീന കുടുംബത്തിൽ ഗവർണർ അഡൽറിക് ബെൻസിഗറിൻ്റെയും അന്ന മേരിയുടെയും 6 സന്താനങ്ങളിൽ ദ്വിതീയനായി നമ്മുടെ കഥാനായകൻ ജനിച്ചു. അഡൽറിക്ക എന്നായിരുന്നു ചെറുപ്പത്തിലെ പേര്. അഡൽറിക്കിൻ്റെ ബാല്യകാലം ഐൻസിഡനിൽ തന്നെ ചെലവഴിച്ചു. തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസവും രൂപീകരണവും ലഭിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഗവർണർ അവനെ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്ത ബിസിനസ് കേന്ദ്രമായ ഫ്രാങ്ക്ഫൂർട്ടിൽ അയച്ചു പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഭാഷയും കണക്കും പഠിക്കുന്നതിൽ മാത്രമല്ല, മറ്റുള്ളവരുമായി ഇടപെടുന്നതിനും അസാമാന്യ കഴിവ് കാണിച്ചതുകൊണ്ട് ഭാവിയിൽ തൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ അവൻ നല്ലൊരു സഹായിയായിരിക്കുമെന്നതായിരുന്നു പിതാവിൻ്റെ കണക്കുകൂട്ടൽ. 1878 ഫ്രാങ്ക്ഫൂർട്ടിൽ എത്തിച്ചേർന്ന അഡൽറിക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. അധികം താമസിക്കാതെ അവന് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞു. ദൈവം തന്നെ പൗരോഹിത്യത്തിലേക്ക് ക്ഷണിക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഇക്കാര്യം കാണിച്ച് അവനെഴുതിയ കത്ത് ഗവർണർ ബെൻസിഗറെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ പടുത്തുയർത്തിയ മനക്കോട്ടകൾ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. അഡൽറിക്കിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷകരമായ വാർത്തയായിരുന്നു. തൻ്റെ പ്രാർത്ഥനകൾ അവസാനം പൂവണിഞ്ഞതായി മനസ്സിലാക്കിയ അവൾ മാതാവിന് നന്ദി പറഞ്ഞു. തൻ്റെ മകൻ്റെ തീരുമാനം സമചിത്തതയോടെ സ്വീകരിച്ച ഗവർണർ അവന് സെമിനാരിയിൽ പ്രവേശിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു. മാത്രമല്ല, അവനെ വളരെയേറെ സന്തോഷിപ്പിച്ച മറ്റൊരു സമ്മാനവും പിതാവിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. തൻ്റെ സഹോദരിയുമൊത്ത് റോം മുതലായ സ്ഥലങ്ങളും പരിശുദ്ധ പിതാവിനെയും കാണാനുള്ള അനുവാദമായിരുന്നു അത്. 21ാമത്തെ വയസ്സിൽ ബെൻസിഗർ ബെൽജിയത്തിലെ ബ്രൂജ് നഗരത്തിലുള്ള കർമ്മലീത്ത പരിശീലന കേന്ദ്രത്തിൽ പ്രവേശിച്ചു. അഡൽറിക്കിൻ്റെ ഭക്തിയും വിശുദ്ധ കുർബാനയോടുള്ള ആദരവും പ്രായശ്ചിത്ത അരൂപിയും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടു. ദൈവമാതാവിനോട് പ്രത്യേകമാം വിധം ഭക്തിയും വിനയവും അവൻ പ്രദർശിപ്പിച്ചു. ആശ്രമത്തിലെ പ്രായമായ സന്യാസിമാർക്ക് ആദ്യമൊക്കെ അവനോട് എതിർപ്പായിരുന്നു. അഡൽറിക് ഒരു വിദേശി എന്നത് മാത്രമായിരുന്നില്ല, ബാല്യം മുതൽക്കേ പല സ്ഥലങ്ങളിൽ മാറി മാറി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഉറച്ച മനസ്സില്ലാത്തവനാണെന്നും ബെൽജിയൻ സംസ്കാരം അശേഷം ഈ കുട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നുമായിരുന്നു അവരുടെ വാദം. ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതിന് കൂടുതൽ സമയം വേണമെന്ന് നോവിസ് മാസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു. ക്രമേണ അഡൽറിക് അംഗീകരിക്കപ്പെട്ടു തുടങ്ങി. 1885 മെയ് മാസം ബ്രദർ അലോഷ്യസ് എന്ന പേര് സ്വീകരിച്ച്
പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 1887 ആയപ്പോഴേക്കും ബ്രദർ അലോഷ്യസിന് ആദ്യത്തെ 6 പട്ടങ്ങളും ലഭിച്ചു. പിറ്റേ വർഷം തന്നെ മെയ് 28 നിത്യവ്രത വാഗ്ദാനത്തിനായി അംഗീകരിക്കപ്പെട്ടു. അതേ വർഷം തന്നെ ഡിസംബർ 28 ഗെൻഡെ കത്തീഡ്രലിൽ വെച്ച് വൈദിക പട്ടവും സ്വീകരിച്ചു. അതിവിപുലമായ സജ്ജീകരണങ്ങളോടും ആഡംബരത്തോടും കൂടെയാണ് ഗവർണർ പുത്രന്റെ പ്രഥമ ബലി ആഘോഷിച്ചത്. വൈദികനായതിനു ശേഷം മലബാർ മിഷനിലേക്ക് പോകാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഫാദർ അലോഷ്യസ് സഭയുടെ ജനറാളിന് കത്തെഴുതി. 1890 ഓഗസ്റ്റ് 26 ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയ അദ്ദേഹം സെപ്റ്റംബർ 29 കൊച്ചി തുറമുഖത്തെത്തിച്ചേർന്നു. ഒക്ടോബർ മാസം പുത്തൻപള്ളി സെമിനാരിയിലെത്തിയ അദ്ദേഹത്തെ അവിടെ പ്രൊഫസറും ആധ്യാത്മിക നിയന്താവുമായി നിയമിച്ചു. അല്പകാലത്തിനുള്ളിൽ അദ്ദേഹം വൈദിക വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസറായി തീർന്നു. 1892 പുതിയ പേപ്പൽ ഡെലിഗേറ്റ് മോൺസിഞ്ഞോർ ലെലിസ്ലാവൂസ് സലേക്സി പുത്തൻപള്ളി സെമിനാരിയിൽ ദീർഘനാൾ താമസിച്ച് വിശദമായ സന്ദർശനം നടത്തി. ഫാദർ അലോഷ്യസിന്റെ ഭക്തിയും കടമകൾ നിർവഹിക്കുന്നതിനുള്ള ഉത്സാഹവും കാർക്കശ ജീവിതവുമെല്ലാം സലേക്സി ശ്രദ്ധിച്ചു. ആ യുവ വൈദികനെ തനിക്ക് സെക്രട്ടറിയായി കിട്ടിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം റെക്ടറോട് ആവശ്യപ്പെട്ടു. വൈമനസ്യത്തോടെയാണെങ്കിലും റെക്ടർ അതിന് വഴങ്ങേണ്ടി വന്നു. അടുത്ത 8 വർഷത്തോളം ഫാദർ അലോഷ്യസ് സലേക്സിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. 1900 ജൂലൈ 17 ഫാദർ അലോഷ്യസിനെ കൊല്ലം മെത്രാനായിരുന്ന ഫെർഡിനാൻഡ് OCD-യുടെ പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി പരിശുദ്ധ സിംഹാസനം നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ എതിർപ്പൊന്നും ഫലിച്ചില്ല. നവംബർ 18 കാൻബ്രയിൽ വെച്ച് മെത്രാഭിഷേകം നടന്നു. 1905 ഓഗസ്റ്റ് 16 ബിഷപ്പ് OC കാലം ചെയ്തതോടുകൂടി രൂപതയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായി. ഏകദേശീയ വൈദികരുടെ പരിശീലനത്തിനായി സെന്റ് റാഫേൽ സെമിനാരി സ്ഥാപിച്ചു. വൈദികരുടെ വിരളത അനുഭവപ്പെട്ടിരുന്ന തന്റെ രൂപതയിലേക്ക് കൂടുതൽ വൈദികരെ അയക്കണമെന്ന് കാണിച്ച് അദ്ദേഹം ഫാദർ പ്രൊവിൻഷ്യലിന് എഴുതുകയുണ്ടായി. യൂറോപ്പിൽ പോയാൽ കാര്യങ്ങൾ കൂടുതൽ ദ്രുതഗതിയിൽ നടത്താമെന്ന വിചാരത്തോടു കൂടി യാത്ര ചെയ്യുമ്പോഴാണ് മങ്കപട്ടണം പാലത്തിൽ വെച്ച് ട്രെയിൻ മറിഞ്ഞ് നദിയിൽ മുങ്ങിയത്. ബെൻസിഗർ തിരുമേനി ദൈവാനുഗ്രഹം കൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യൂറോപ്യൻ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തിരുമേനി രൂപതയുടെ സർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു. യൂറോപ്പിൽ നിന്ന് ധാരാളമായി കിട്ടിയ പണം രൂപതയിലെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ചെലവഴിച്ചത്. ദീർഘദൃഷ്ടിയോടുകൂടി പലയിടത്തും സ്ഥലം വാങ്ങിക്കുകയും പള്ളികൾ പണിയിപ്പിക്കുകയും ചെയ്തു. മിഷൻ പ്രദേശങ്ങൾ കൂടെ കൂടെ സന്ദർശിച്ചുകൊണ്ട് വൈദികരെയും വിശ്വാസികളെയും അദ്ദേഹം കൂടുതൽ ഉണർവുള്ളവരാക്കി. അവരുടെ ആവലാതികളും ആകുലതകളും നേരിൽ കാണുന്നതിനും ഈ സന്ദർശനങ്ങൾ ഉപകരിച്ചു. കാളവണ്ടിയിലാണ് മിക്കപ്പോഴും അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. അതിന് സാധിക്കാതെ വരുമ്പോൾ കാൽനടയായും സഞ്ചരിച്ച് ഏത് ഓണംകേറ മൂലയിലും എത്തിയിരുന്നു. ഭാരത സഭാചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട സംഭവമാണല്ലോ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസിന്റെയും കൂട്ടുകാരുടെയും കത്തോലിക്ക സഭയിലേക്കുള്ള തിരിച്ചുവരവ്. ഈ പുനരൈക്യ പ്രസ്ഥാനത്തിന് പ്രധാന പങ്കുവഹിച്ചത് ബെൻസിഗർ തിരുമേനിയാണെന്നുള്ള കാര്യം അധികമാരും ഓർക്കാറില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും ഇതിനെ കണക്കാക്കാം. ഇന്ത്യയിൽ ഏകദേശീയർക്ക് വേണ്ടി കർമ്മലീത്ത 1-ാം സഭ ആരംഭിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ബെൻസിഗർ തിരുമേനിയാണ്. ഇന്ത്യക്കാർക്കും കർക്കശമായ കർമ്മലീത്ത ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം വീറോടെ വാദിക്കുകയുണ്ടായി. സഭയിലെ ജനറലിന് അദ്ദേഹം എഴുതിയിട്ടുള്ള പല കത്തുകളിലും വ്യക്തമായി ഇത് കാണാം. ഇന്ത്യക്കാരെ പറ്റി ബെൻസിഗർ തിരുമേനി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് വെള്ളക്കാരായ മറ്റു പല മിഷണറിമാരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ സഭയുടെ നിയമം പരിപൂർണമായി പാലിക്കുന്ന ഒരാശ്രമം ഇനിയും ഭാരതത്തിൽ ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ അതിയായി ദുഃഖിക്കുന്നു എന്ന്. 1930 ഈസ്റ്റർ ആയപ്പോഴേക്കും തിരുമേനിയുടെ ആരോഗ്യനില മോശമായി. തന്റെ കടമകൾ നിർവഹിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം
പരിശുദ്ധ പിതാവിനെയും സഭയുടെ ജനറാളിനെയും വിവരം അറിയിച്ചു. പിറ്റേ വർഷം തന്നെ അദ്ദേഹത്തെ മെത്രാന്റെ കടമകളിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ചെയ്ത സ്തുത്യർഹമായ സേവനം കണക്കിലെടുത്തുകൊണ്ട് പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ അന്തിനോവിന്റെ സ്ഥാനിക മെത്രാപോലിത്തയായി സ്ഥാനകയറ്റം കൊടുത്തു. 1930 ആഗസ്റ്റ് 10 കൗൺസിൽ അംഗങ്ങളെ വിളിച്ചുകൂട്ടി തന്റെ രാജി അറിയിച്ച ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തുള്ള കാർമൽ ഹിൽ ആശ്രമത്തിലേക്ക് വിശ്രമത്തിനായി പുറപ്പെട്ടു. പഴയ ഒരു തുകൽ സഞ്ചിയും അതിനുള്ളിൽ പ്രായശ്ചിത്തത്തിനുള്ള ഉപകരണങ്ങളും ജപമാലയും മാത്രമേ അദ്ദേഹം കൂടെയെടുത്തുള്ളൂ. ആശ്രമത്തിലെത്തിയ തിരുമേനി തന്നെയും ഒരംഗമായി എടുക്കണമെന്ന് ശ്രേഷ്ഠനോട് അപേക്ഷിച്ചു. അന്നു മുതൽ അദ്ദേഹം ആശ്രമത്തിലെ മറ്റു അംഗങ്ങളെപ്പോലെ സമൂഹത്തിലെ പൊതുകർമ്മങ്ങളിൽ മുടങ്ങാതെയും പങ്കെടുത്തു. എല്ലാവർക്കും നല്ല മാതൃക നൽകിയുമാണ് ജീവിച്ചത്. ജീവിക്കുന്ന വിശുദ്ധനെയാണ് എല്ലാവരും അദ്ദേഹത്തിൽ ദർശിച്ചത്. 1938 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ വഷളായി. 1942 മുതൽ അദ്ദേഹം ഇരുന്നു കൊണ്ടാണ് ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ഇക്കാലത്ത് ശാരീരികമായി വളരെയേറെ സഹിക്കേണ്ടി വന്നിട്ടും അവയെല്ലാം അസാധാരണമായ ക്ഷമയോടുകൂടിയാണ് അദ്ദേഹം നേരിട്ടത്. വിശുദ്ധിയുടെ നറുമണം പരത്തിയ ഈ ധന്യജീവിതം ആഗസ്റ്റ് 17 പുലർച്ചെ 5 മണിക്ക് കർത്താവിൽ വിലയം പ്രാപിച്ചു. കഴിവതും വേഗം വിശുദ്ധരുടെ പട്ടികയിലേക്ക് അഭിവന്യ അലോഷ്യസ് മരിയ ബെൻസിഗർ തിരുമേനി ഉയർത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആ പുണ്യസ്മരണാർഹന്റെ ഓർമ്മയിൽ പണിതുയർത്തപ്പെട്ട ബെൻസിഗർ മെമ്മോറിയൽ സ്പിരിച്വാലിറ്റി സെന്ററിന്റെ ഈ ആശീർവാദ കർമ്മത്തിൽ അനേകരിൽ ആത്മീയ ചൈതന്യം പകരുന്ന പുണ്യനിലമായി ഇവിടം മാറുവാൻ പ്രാർത്ഥനകളെ